എല്ലാ ജീവനക്കാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. രാത്രി മാധ്യമങ്ങളോട് ഞാൻ 9:30-ക്കുള്ള വാർത്ത കാണുമ്പോൾ ഞാനും കണ്ടു ഈ വാർത്ത. അപ്പോൾ അത് കേട്ടതിന് ശേഷം രാവിലെ സമരം ചെയ്യാം, കുഴപ്പമില്ല, പ്രഖ്യാപിച്ച് സമരം ചെയ്യാം. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ അകത്ത് കയറ്റാത്തുള്ള സമരം, ആ സമരം അത്ര ആരോഗ്യകരമല്ല, നല്ല അനുശാസ്യമല്ല, നല്ലതല്ല, അതൊരു തട്ടിപ്പാണ്. ഇവിടെ ഒരു സംശയമുണ്ട്. ഈ വാർത്തയിൽ ഞാനും കണ്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ KSRTCയിൽ എന്ത് ശമ്പളം കൊടുക്കും എന്നുള്ള വിവരം മിനിസ്റ്റർക്ക് അറിയില്ലേ? ഇതിനൊരു സമയമോ അല്ലെങ്കിൽ ഇന്ന് ഇത്രാം തീയതി കൊടുക്കും എന്ന് മിനിസ്റ്റർ അറിയുന്നില്ല. മിനിസ്റ്റർ പത്രവാർത്ത കണ്ടപ്പോഴാണോ എന്നാണ് KSRTC ശമ്പളം കൊടുക്കുന്നത് ഞാനും കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതാരും അവിടെ തിരിച്ചു ചോദിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവനക്കാരെ കബളിപ്പിക്കുന്ന ഒരു തട്ടിപ്പാണെന്ന് ഒരു മന്ത്രി എന്ന നിലയിൽ ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ഈ അത്തരം സമരങ്ങൾ TDF നടത്താൻ പാടില്ല. സമരം നടത്തിക്കോ, പക്ഷെ ഉപരോധിക്കുകയും. ഇപ്പം നാളെ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നറിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം നാളെ സ്വാതന്ത്ര്യം തരണം എന്ന് ഓഗസ്റ്റ് 14-ന് പറയുന്ന പോലെയുള്ളൂ. ഇന്ന് രാത്രി തന്നെ ബ്രിട്ടീഷുകാർ മടങ്ങണം എന്ന് പ്രസ്താവന കൊടുക്കുന്നില്ല. അത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇത് ജീവനക്കാരെ കബളിപ്പിക്കുകയാണ് എന്നാണ്. അപ്പൊ അങ്ങ് മന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ പുതിയ വണ്ടി മേടിക്കും. പുതിയ വണ്ടി മേടിച്ച് തന്നെ നമുക്കറിയാം, മിനി ബസ് മേടിച്ചിട്ട് വേറെ കാര്യത്തിന് കൊടുത്തു. KSRTCക്ക് സാധാരണയായി മേടിച്ചു കൊടുക്കുന്ന ഐലാൻഡ് ബസ്സുകളൊന്നും മേടിച്ചില്ല, അത് ഇറക്കിയില്ല. അതൊരു കബളിപ്പീരല്ലേ? രണ്ട്, കൃത്യമായി ശമ്പളം നൽകും എന്ന് അങ്ങ് പറഞ്ഞു, അതൊരു കബളിപ്പീരല്ലേ? മൂന്ന്, അങ്ങ് തന്നെ അറിഞ്ഞത് വാർത്തയിലൂടെയാണെന്നാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. ഞാൻ വാർത്തയിലൂടെയാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ജീവനക്കാരെ എങ്ങനെ വിശ്വസിക്കും? അങ്ങ് തന്നെ അറിഞ്ഞിട്ടില്ല നാളെ ശമ്പളം കൊടുക്കുകയില്ല, വാർത്ത കേട്ടപ്പോൾ അറിഞ്ഞതാണ്. ഞങ്ങൾ വാർത്ത വിശ്വസിക്കണമായിരുന്നോ? ഇത് ചോദിക്കാൻ TDF-ന് തലയിടമുള്ളവരില്ല. കാരണം അവരങ്ങ് പറഞ്ഞ പോലെ നാടകം കളിച്ചത്, അതുകൊണ്ടാണ് അവർക്ക് ചോദിക്കാൻ പറ്റാത്തത്. ഏതൊക്കെയാണ് നമുക്ക് ബാക്കി കേൾക്കാം. എല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും ഓഗസ്റ്റ് 14-ന് എന്നറിഞ്ഞ് രാത്രി കിട്ടും, ഓഗസ്റ്റ് 15-ന് കിട്ടും എന്നറിഞ്ഞുകൊണ്ട് രാവിലെ ഇന്ന് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം, ഞാൻ പറഞ്ഞ ഉടനെ പേടിച്ചവർ പോയി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മണ്ടത്തരമാണ് ഇത്തരം പരിപാടികൾ. ഇത്തരം ഗിമിക്സുകളൊന്നും ഇറക്കാതിരിക്കുക. നമുക്കറിയാം, ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വരും മാസങ്ങളിൽ ഇത് 1ാമത്തെ ആഴ്ചയിൽ തന്നെയാണ്. പറ്റുമെങ്കിൽ 1-ാം തീയതി തന്നെയാണ്. അതറിഞ്ഞുകൊണ്ട് 1-ാം തീയതി ആക്കാൻ പോകുന്ന നടപടി സ്വീകരിച്ച് കഴിയുമ്പോൾ 1-ാം തീയതി ശമ്പളം തരണം എന്ന് പറഞ്ഞ് 31-ാം തീയതി സമരം ചെയ്യും. എന്നാൽ അല്ലെങ്കിൽ 1-ാം തീയതി രാവിലെ ആഫീസിൽ പോയി ഉപരോധിക്കും. ഈ വക സമര പരിപാടികൾ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസമാകാൻ, KSRTCയിലെ കഠിനാധ്വാനം ചെയ്യുന്ന ജീവനക്കാരുടെ മുമ്പിൽ പരിഹാസ്യമാകാൻ ഉതകും എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഉതകില്ല. ആദ്യത്തെ മാസം ഏതാണ്ട് 76,52,00,000 രൂപയാണ് 9-ാം മാസത്തിൽ നമ്മൾ ശമ്പളമായി റിലീസ് ചെയ്തത്. 10-ാം മാസത്തിൽ 76,58,00,000 രൂപയാണ് ശമ്പളമായിട്ട് റിലീസ് ചെയ്തത്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 74,09,00,000 രൂപയാണ് നമ്മൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ ശമ്പളവും റിലീസ് ചെയ്ത് കഴിഞ്ഞു. അറ്റൻഡൻസ് അനുസരിച്ചാണ് ഇത് വേരി ചെയ്യുന്നത്. അപ്പോൾ അത് മുഴുവൻ ശമ്പളവും കൊടുത്തു കഴിഞ്ഞു. ശബരിമല സീസണാണ്. ഈ ശബരിമല സീസണിൽ ജീവനക്കാരിൽ അസംതൃപ്തി ഉണ്ടായി. KSRTCയിലെ പല കാര്യങ്ങളും ഈ ഹെഡ് ഓഫീസ്, ചീഫ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ശബരിമല ഓപ്പറേഷൻ അടക്കമുള്ളതിന്റെ പല കൺട്രോളുകളും ഇവിടെയാണ് ഇരിക്കുന്നത്. അവിടെ ഓഫീസർ ജീവനക്കാരെ കയറാൻ സമ്മതിക്കാത്ത സമരം എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടകരോട് പോലും കാണിക്കുന്ന മോശമായ ഒരു സമീപനമാണെന്ന് TDF-കാർ മനസ്സിലാക്കണം, UDF-കാർ മനസ്സിലാക്കണം. അത് അന്തസ്സില്ലാത്ത പണിയായി പോയി. കാരണം ശബരിമലയിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടക്കണം. ഇവിടെ അദ്ദേഹം പറഞ്ഞു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പറയേണ്ടി വരുന്നതുകൊണ്ടാണ്, ശബരിമല തീർത്ഥാടകരോട് കാണിക്കുന്ന മോശം പരിപാടി എന്നാണ്. 22 കിലോമീറ്റർ മാത്രമുള്ള നിലയ്ക്കൽ പമ്പ ദൂരത്തിൽ സൂപ്പർഫാസ്റ്റ് ബസിന്റെ ചാർജിനേക്കാൾ കൂടുതൽ 50 രൂപ ചാർജ് ഈടാക്കുന്നത് ശബരിമല ഭക്തന്മാരോട് ചെയ്യുന്ന മോശം പ്രക്രിയയാണോ എന്നങ്ങ് തീരുമാനിക്കുക. 1. 2, ശബരിമല തീർത്ഥാടകർ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സ്റ്റാൻഡിങ് ആളുകളെ കൊണ്ടുപോകരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടും സ്റ്റാൻഡിങ് ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നത് ശബരിമല തീർത്ഥാടകരോടുള്ള ദ്രോഹമാണോ എന്ന് അങ്ങ് പരിശോധിക്കണം. 4, ശബരിമല ഡ്യൂട്ടിക്കായി അവിടെ ചെന്ന് നിൽക്കുന്ന ജീവനക്കാർക്ക് സമയത്തിന് ഭക്ഷണം നൽകാത്ത, സമയത്തിന് വിശ്രമം അനുവദിക്കാതെ അവരെ കൊണ്ട് മൃഗങ്ങളെ പോലെ പണിയെടുപ്പിക്കുന്നത് നീതിയാണോ എന്ന് അങ്ങ് പരിശോധിക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങേക്ക് അറിയാമായിട്ടും അങ്ങ് അറിയത്തില്ല എന്ന് കരുതി മുമ്പിലിരിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഈ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യത കുറവ് അങ്ങ് മുതലെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് ചോദ്യം ചോദിക്കാനുള്ള സമയം കൊടുത്തോന്ന് എനിക്കറിയില്ല. എങ്ങനെ നമുക്ക് കാണാം. KSRTCയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥലം ശബരിമലയാണ്. അവിടുത്തെ കാര്യങ്ങൾ പോലും അസ്വസ്ഥപ്പെടുന്ന തരത്തിൽ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് ആരും കയറാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള സമരം, അത് ഭൂഷണമല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല. ഇതിനെ അനുഭവിക്കുന്നത് ജീവനക്കാരും സാധാരണക്കാരും അയ്യപ്പന്മാരും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അയ്യപ്പന്മാരെ അനുഭവിക്കുന്നത്
KSRTCയുടെ കുഴപ്പം കൊണ്ടാണ്. കാരണം എല്ലാ കാലങ്ങളിലും പുതിയ വണ്ടികൾ ഈ ശബരിമല സീസണിൽ മേടിക്കുകയും ആ ശബരിമല സീസണിൽ ആ വണ്ടി അവിടെ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് അയക്കുകയാണ്. ഇപ്പോൾ ചെയ്യുന്ന എന്താണ്, ഡിപ്പോയിൽ ഓടിക്കൊണ്ടിരുന്ന പൊതുജനത്തിന് യാത്ര ചെയ്യേണ്ട വാഹനങ്ങളെ നല്ല വാഹനങ്ങൾ നോക്കി പിൻവലിച്ചെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, നിരത്തുകളിൽ യാത്രാ ക്ലേശം അനുഭവിക്കുന്നു. ഒന്ന്. രണ്ട്, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആ കാനന പാതയിലൂടെ ഓടാൻ യോഗ്യതയുള്ള വണ്ടികളില്ല. നമുക്കറിയാം, ശബരിമല അങ്ങോട്ട് ചെന്നപാടെ ആദ്യം ഒരു വണ്ടി കത്തുക ചെയ്ത് തുടർച്ചയായിട്ട് വണ്ടികൾ ഇടിക്കുന്നു. വണ്ടികൾ കൃത്യമായിട്ടുള്ള പരിചരണം ലഭിക്കാതെ കാലാവധി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ അവിടെ ഇട്ട് ഓടിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ശബരിമല ഭക്തന്മാരുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഒരു മതപരമായ വൈകാരിക തലം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത് ദയനീയമായ അവസ്ഥയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേതാക്കന്മാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ഇത്തരം സമരങ്ങൾ നമുക്ക് സമൂഹ മധ്യത്തിൽ നാണക്കേടേ ഉണ്ടാക്കുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞില്ല, സ്വാതന്ത്ര്യം 14-ാം തീയതി രാത്രി കിട്ടും, ഓഗസ്റ്റ് 15-ന്. അന്ന് രാവിലെ 14-ാം തീയതി രാവിലെ ഒരു പ്രസ്ഥാനം, ഇന്ന് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം, വിട്ടല്ലോ എന്നതുപോലെയുള്ള സമരങ്ങൾ ആളുകളുടെ മുമ്പിൽ പരിഹാസപാത്രമായി മാറും. ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാണക്കേട്, അവന്റെ കീഴിൽ ജോലി എടുത്ത തൊഴിലാളി അവന്റെ കൂലി ചോദിച്ചുകൊണ്ട് അവന്റെ ഗേറ്റിന് മുമ്പിൽ കുത്തിയിരിക്കുന്നതാണ്. അതിനും വലിയ നാണക്കേടൊന്നുമില്ല. അതായത് ശമ്പളം പണിയെടുത്ത ജീവനക്കാരന് ശമ്പളം കൊടുക്കുന്ന കാര്യം അത് 15-ാം തീയതി കൊടുത്തു, അത് ഒറ്റത്തവണയായി കൊടുത്തു എന്നൊക്കെയുള്ള ഗീർവാണം അടിക്കുന്നത് ഒരു നാണക്കേട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് വളരെ ദയനീയമായിട്ട് ഞങ്ങൾ ജീവനക്കാർക്ക് വെൽഫെയർ അസോസിയേഷന് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കുക. ഇത് റഫറൻഡം ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ജയിക്കണമെന്ന്. ഞങ്ങൾ ജയിക്കുന്നതിലൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷേ അതിന് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും ശമ്പളം ഒരുമിച്ച് കൊടുക്കുന്ന ഇടതുമുന്നണിയുടെ സംഘടനകളല്ലേ, LDF സംഘടനകളല്ലേ റഫറൻഡത്തിൽ 1-ാം സ്ഥാനത്ത് എത്തേണ്ടത്. അവർ മാത്രമല്ലേ ജയിക്കാവൂ. കാരണം ആരാണ് ഇതിനെ ഈ നിലയിൽ എത്തിച്ചത്? ആരാണ് ഈ നിലയിൽ എത്തിച്ചത്? അങ്ങ് യഥാർത്ഥത്തിൽ സഹായിക്കാൻ LDFന്റെ സംഘടനയായിട്ടുള്ള അസോസിയേഷനെ സഹായിക്കാൻ അങ്ങ് നടത്തിയൊരു നാണംകെട്ട ചില ശ്രമങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അങ്ങ് എന്തിനാണ് ഈ വേവലാതിപ്പെടുന്നത്? ആരാണ് നാണം കെട്ടത്? ജീവനക്കാരുടെ മുമ്പിൽ ഈ പരുവത്തിൽ എത്തിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആ സംഘടനകളാണ്. ഈ തോമസ് ഐസക്ക് വന്നിട്ട് അന്ന് ധനാധിപതിയായിരുന്നപ്പോ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം, ചെറിയ സ്പാണറിങ് എടുത്തോ മൊയ്തീനെ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂട്ടി പരിഷ്കരിച്ച് ജീവനക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വർഷത്തിനോട് അടുപ്പിച്ച് 400 ചില്ലുവാനും ജീവനക്കാര് പെട്ടിക്കകത്തായി, ആ കുടുംബങ്ങൾ അനാഥമായി. എന്നിട്ട് അങ്ങേക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വെൽഫെയർ അസോസിയേഷൻ എത്തിച്ചേരുകയാണ്. അങ്ങ് ഇപ്പോൾ വിടുപണി ചെയ്യുകയാണ്. അങ്ങ് LDFന് വേണ്ടിയും LDFന്റെ KSRTC ട്രേഡ് യൂണിയൻ ആയിട്ടുള്ള അസോസിയേഷന് വേണ്ടി വീട് പണിയുകയാണ്. ഇതൊരു മിനിസ്റ്റർ എന്ന നിലയിൽ ലജ്ജാവഹമാണ്. കിട്ടിയ ഔദാര്യത്തിന് നന്ദി എന്ന നിലയിൽ അങ്ങ് റഫറണ്ടത്തിന്റെ വേവലാതി മുഖത്ത് വരുത്തിക്കൊണ്ട് ജീവനക്കാർ 1-ാം സ്ഥാനത്ത് എത്തിക്കേണ്ടത് ഇടതുപക്ഷ സംഘടനയല്ലേ എന്ന് ചോദിക്കുന്ന ദയനീയ സ്ഥിതി കഷ്ടമാണ്. അങ്ങയുടെ സാമൂഹ്യത്തിലെ നിലപാട് വെച്ച്, അങ്ങയുടെ രാഷ്ട്രീയ നിലപാട് വെച്ച് ഇത്രയേറെ അധപ്പതനത്തിലേക്ക് എത്തിയോ എന്ന് കേരളീയ പൊതുസമൂഹം സംശയിച്ചാൽ അതിന് കുറ്റം പറയാനാവില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആദ്യം അങ്ങ് നന്നാകൂ, അങ്ങയുടെ മന്ത്രിസഭ നന്നാകൂ, അങ്ങ് പണിയെടുത്തവന് കൂലി കൊടുക്കൂ. പണിയെടുത്തവന് കൂലി കൊടുക്കുന്നതിന്റെ ഔദാര്യമാണെന്നുള്ള രീതിയിൽ വന്ന് ഗീർവാണം അടിക്കാതെ നാണക്കേടാണ്. അത് നിങ്ങൾക്ക് അപമാനം ഉണ്ടാക്കുന്നതാണ്. ഇത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് പറഞ്ഞാൽ ഈ പണിയെടുത്തവന് ശമ്പളം കൊടുക്കാതെ ദിവസങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക, അവരെ ഇട്ട് വലപ്പിക്കുക. എന്നിട്ട് ബന്ധുമിത്രാദികൾ പറഞ്ഞു, 24-ലെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു, മറ്റവര് പറഞ്ഞു, അതുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. MD ഞാനും കൂടി കഷ്ടപ്പെട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ പറവിപ്പണി എടുത്തിട്ട് വന്നിട്ടാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. Thank you.